ഞാൻ അവിടെ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഫ്രണ്ട് ഓഫീസിൽ അസിസ്റ്റന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഈ ബിസിനസിനെ കുറിച്ച് കേൾക്കുന്നത്. കേട്ടപാടെ എനിക്ക് തോന്നിയത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ചെയ്താൽ വിജയിക്കും, കാരണം ഒരുപാട് ഓപ്ഷൻസ് നമുക്കുണ്ട്. ഈ ബിസിനസ് ഏറ്റെടുത്തു. ഇന്ന് സോണൽ ടീം കോർഡിനേറ്റർ എന്ന ഈ ഒരു ലെവലിൽ നിൽക്കുന്നു. എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് എങ്ങനെ വളരേണ്ടത് നല്ലത് നമ്മുടെ അപ്ലയൻസ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് നല്ലൊരു സ്ട്രോങ് ലീഡർ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കമ്പനി നല്ലൊരു കമ്പനിയാണ്. ഇതെല്ലാം മനസ്സിലാക്കി. അതുപോലെ തന്നെ പ്രോഡക്ട്സ് ആർ ഓസം, നല്ല പ്രൊഡക്ട്സുമാണ്. ഇതെല്ലാം നമുക്ക് എല്ലാം കൂടി കിട്ടിയ ഒരു കമ്പനിയാണ് MLSL മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ ഒരു കമ്പനിയിൽ വരാൻ സാധിച്ചതിലും ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യാൻ സാധിച്ചതിലും എനിക്ക് കൂടുതൽ എക്സ്പീരിയൻസും അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ എനിക്കൊരു മോട്ടിവേഷൻ തന്ന എൻ്റെ ഒരു ഗ്രേറ്റ് കമ്പനി, എൻ്റെ മെന്റർ ആയിട്ടുള്ള മിസ്റ്റർ നിഷാന്ത് സാറാണ്. നിഷാന്ത് സാറിന് ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പനി MLSL എന്ന ഈ ഒരു കമ്പനി സച്ച് ഗിവിംഗ് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. എല്ലാവർക്കും ഈ ബിസിനസ്സിൽ വിജയിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഏറ്റെടുക്കുക. മറ്റൊരാൾ പറയുന്നത് കേൾക്കാണ്ട് നിങ്ങളുടെ സ്വയം തീരുമാനമാണ് ഈ ബിസിനസ്സിൽ വിജയിക്കേണ്ടത്. ഓക്കെ, സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഗുഡ് ആഫ്റ്റർനൂൺ. എന്റെ പേര് ഗ്രീഷ്മ. ഞങ്ങൾ ഫാമിലി ആയിട്ട് ബിസിനസ് ചെയ്യുന്നു. പുതുതായി വന്ന വ്യക്തികളോട് പറയാനുള്ളത് ഏറ്റെടുക്കുക. ഒരുപാട് ലീഡേഴ്സ് കൂടെ നിൽക്കാനുണ്ട്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുലൈമാൻ എന്നാണ്. പാങ്ങന്നാണ് വരുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മലപ്പുറത്തിന്റെ സുബ്രഹ്മണ്യ സാറെ കയ്യിൽ നിന്നാണ് ഈ ഒരു മഹത്തായ ഓപ്പർച്യൂണിറ്റി എൻ്റെ കയ്യിലേക്ക് എത്തുന്നത്. സമയം സന്തോഷത്തോടെ തന്നെയാണ് ഞങ്ങൾ സ്വീകരിച്ചത്. എല്ലാവരും പിടിച്ചു തള്ളിയിട്ടിട്ടായിരിക്കും ചിലപ്പോൾ ഇത് മഹത്തായ സ്ഥാപനം ഏറ്റിട്ടുണ്ടാവുക. എന്റെ ലീഡർ, അന്ന് എനിക്ക് ലീഡർ അല്ല, അന്ന് ഏതോ ഒരു അപരിചിതനായ ഒരു വ്യക്തി എന്റെ മുമ്പിൽ വന്ന് എന്നോട് ഈ ബിസിനസിനെ സംബന്ധിച്ച് സാധ്യത മാത്രം പറഞ്ഞു. പ്രൊഡക്റ്റ് വാങ്ങുക ഒന്നും ചെയ്യാതെ തന്നെ ഞാൻ എന്റെ ഒരു മനസ്സാക്ഷിയോട് കൂടി എനിക്ക് മനസ്സിലായി, ഒരാൾ എന്റെ മുന്നിൽ വന്നൊരു കാര്യം പറയുമ്പോൾ ആ വ്യക്തിയെ ഞാനൊന്ന് വീക്ഷിക്കും, എന്താണോ ഇതിൽ സത്യമുണ്ടോ എന്നുള്ള രീതിയിൽ. പക്ഷെ എനിക്ക് അന്നും ഇന്നും ഇനി എന്നും സുബ്രഹ്മണ്യ സാർ എനിക്ക് വിശ്വസിച്ച് പോകാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്കാണ് എന്നെ എത്തിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ടീം അംഗങ്ങളൊന്നും കൂടുതൽ ഇല്ലാതെ തന്നെ ഞാൻ ഇന്ന് ZTC എന്നുള്ള റാങ്കിലേക്ക് എത്തിയിട്ടുണ്ട്. അത് എൻ്റെ ലീഡേഴ്സിന്റെ പവറാണ്. ലീഡേഴ്സ് എന്നെ എങ്ങനെയാണോ നയിക്കുന്നത് അതിനനുസരിച്ച് ഞാൻ നിന്നത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് എത്തിപ്പെട്ടത്. അതേപോലെ തന്നെ എൻ്റെ അപ്ലൈനായവരും പിന്നെ അതേപോലെ എൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സുമായിട്ട് എൻ്റെ കൂടെ വന്ന ചുരുക്കം ചിലർ എന്നെ നല്ല ഒരു ലീഡർ സ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് അവർ എൻ്റെ കൂടെ എനിക്ക് വേണ്ടി അവർ പ്രവർത്തിച്ചിട്ടുള്ളത്. അത് എൻ്റെ ഈ ഒരു ഡിക്കേഷൻ അവർക്കുള്ളതാണ്, എനിക്കുള്ളതല്ല. അവരാണ് എന്നിലേക്ക് മുന്നിട്ട്. അപ്പോ പറഞ്ഞു വരുന്നത്, ഈ ഇരിക്കുന്ന കൂട്ടത്തിലുള്ള ഇന്ന് ഈ ഒരു ആദ്യമായിട്ട് കേൾക്കാൻ വന്ന ആളുകൾ ഉണ്ടാവും. അവർക്കാണ് എൻ്റെ നിർദ്ദേശം തരാനുള്ളത്. നിങ്ങൾ ആരാണോ ഈ ഒരു ആളിലേക്ക് കൈപിടിച്ചത്, നമ്മളെ കയ്യിലേക്ക് ആ വ്യക്തി മഹത്തായ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളെ കയ്യിലേക്ക് ഏൽപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ധൈര്യസമേതം ഏറ്റെടുക്കുക. നമ്മൾ 4 കാര്യങ്ങൾ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, മനസ്സ് ഉറപ്പിച്ചാൽ മതി. ഒന്ന്, നമ്മുടെ കമ്പനി യഥാർത്ഥമായ ഒരു കമ്പനിയാണെന്ന് ഈ ഇരിക്കുന്ന ഒരുപാട് ലീഡേഴ്സ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. രണ്ടാമത്തത് പ്രൊഡക്റ്റ് 100% ക്വാളിറ്റി ഉള്ളതാണ് എന്ന് നമുക്ക് ഈ സമയത്തും പറയാൻ കഴിയും. മൂന്നാമത്തത് നമ്മുടെ ലീഡേഴ്സ്. നാലാമത്തത് ഈ ഇരിക്കുന്ന ചെയറിലിരിക്കുന്ന നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ വിശ്വസിക്കുക, എന്നെങ്കിലും ഇത് നടക്കുള്ളൂ എന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സമയമില്ലാന്ന് അറിയിപ്പ് വന്നുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നേർന്നുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആർത്തിക്കൊണ്ട് എന്നിലേക്ക് നയിച്ച എൻ്റെ എല്ലാ ലീഡേഴ്സിനും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാർത്തകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും. എന്റെ പേര് അബ്ദുൾ റസാഖ്, സ്ഥലം അരീക്കോട്. 2 വർഷമായി ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുന്നു. ആദ്യമായി ഈ റാങ്ക് നേടാൻ സാധിച്ചതിന് ദൈവത്തിനോട് നന്ദി അർപ്പിക്കുന്നു. അതുപോലെ അപ്ലയൻസിനും എന്നെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന
ലത്തീഫ് ഉസ്താദ്, ആയിഷ മാഡം, നിഷാന്ത് സാറ് എന്നിവർക്കും എന്റെ കൂടെ വന്ന ഡൗൺലൈൻസ് ആയ എന്റെ സഹപ്രവർത്തകർക്കും എല്ലാവർക്കും ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു. ഞങ്ങള് ഫാമിലി ആയിട്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. ഞാൻ ഗവൺമെന്റ് എംപ്ലോയി ആണ്. 9 വർഷമായി. അതിനു മുമ്പ് ഗവൺമെന്റ് ജോലിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 9 വർഷമായി പഞ്ചായത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഓപ്പർച്യൂണിറ്റി എനിക്ക് പരിചയപ്പെട്ടത്. ഞാൻ അത് ശക്തമായി ഏറ്റെടുത്തു. എന്റെ ഭാര്യ ഗവൺമെന്റ് സ്കൂളിൽ ടീച്ചറാണ്. ഭാര്യയും ശക്തമായിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് ഞാൻ ഇതിനെ മനസ്സിലാക്കിയത്, നമ്മൾ ഗവൺമെന്റ് ജോലിയിൽ കിട്ടാത്ത ഒരു സാമ്പത്തിക ഫ്രീഡം ഈ ബിസിനസ്സിൽ കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ ഈ ബിസിനസ് ഏറ്റെടുത്തത്. ഗവൺമെന്റ് ജോലിയിൽ നമ്മൾ ലീവ് എടുക്കുകയും എന്തെങ്കിലും സംഭവിച്ചാല് നമുക്ക് എന്തുണ്ട്, ലീവ് എത്ര ആണെങ്കിലും സർക്കാർ തരും, മെഡിക്കൽ ലീവ്. പക്ഷെ 1 രൂപ പോലും സർക്കാർ ഇനത്തിൽ നമുക്ക് കിട്ടില്ല. എന്നാൽ ഈ ബിസിനസ് 2 കൊല്ലം ശക്തമായിട്ട് നമ്മൾ ഏറ്റെടുത്ത് ചെയ്താൽ ഒരാഴ്ച പോലും മുടങ്ങാതെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമാനം വരുന്ന ഒരേ ഒരു ബിസിനസ്സാണ് മൈലക്സ്. അതുകൊണ്ട് ഈ ബിസിനസ് ആണ് എനിക്ക് 10 ദിവസത്തിനുള്ളിൽ ഒരു ടാറ്റ നെക്സോൺ EV വണ്ടി ഇറക്കാനുള്ള ഒരു കോൺഫിഡൻസ് തന്നത്. അതുകൊണ്ട് പുതുതായിട്ട് വന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ജോയിൻ ചെയ്തതിനു ശേഷം 1-2 ആളുകളുടെ അടുത്തേക്ക് പോയിട്ട് അവര് ജോയിൻ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ ആരും നിരാശപ്പെടണ്ട. നമ്മൾ ഈ ബിസിനസ് നിർത്തി പോകുകയും ചെയ്യരുത്. അവിടെ ശക്തമായി ചെയ്യാം. നാം ഓരോരുത്തരും ഇവിടെ ജനിച്ചത് ചരിത്രം സൃഷ്ടിക്കാനാണ്. ആ ചരിത്രം മൈലേജിലൂടെ ആവട്ടെ. അതിന് നിങ്ങൾ ശക്തമായി വർക്ക് ചെയ്യുക. നമ്മൾക്ക് ഓരോരുത്തർക്കും ചരിത്രം വഴിമാറി തരും. ഓക്കെ, സർ. ഞാൻ ബ്രാൻഡ് ന്യൂ ZTC ഒന്നല്ല, ഞാൻ പഴയ ZTC തന്നെയാണ്. ഈ ചങ്ങാനെ കിട്ടാൻ കുറച്ച് നല്ല, അതിനിടെ കുറെ ക്യൂ നിന്നിട്ട് നല്ല കഴിക്കത്തൂടെ. ഒരുപാട് പ്രൊഫഷണൽ എഞ്ചിനീയർ ആയിരുന്നു. കഴിഞ്ഞ 2 വർഷം മുമ്പാണ് സാറാണ് ഒരു അവസരം എന്നെ പരിചയപ്പെടുത്തുന്നത്. ഇന്ന് ഈ അവസരത്തിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് 1.5 വർഷത്തോളം ഈ ഒരു മേഖല റിജക്ട് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഒരുപക്ഷെ എനിക്ക് ഒരു അവസരം മനസ്സിലാവാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു ആരോഗ്യ മേഖലയായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ഒരു കാരണവശാലും എഞ്ചിനീയർ വരാൻ പോകുന്നില്ല, അല്ലേ? നമ്മുടെ മക്കളൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് കംപ്ലീറ്റ്ലി നെഗറ്റീവാണ്. അതുപോലത്തെ നെഗറ്റീവായ വ്യക്തിയായിരുന്നു ഞാനും. പക്ഷെ ഇന്ന് ഒരു 1.5 വർഷത്തിന് ശേഷം അദ്ദേഹം നമ്മളെ നിരന്തരമായിട്ട് തൊയ്യം കെട്ടി ഫോളോ ചെയ്തപ്പോ എന്ത് ചെയ്തു, ഈ അവസരം ഏറ്റെടുത്ത സമയത്ത് ഒരു 130 രൂപയായിട്ട് ഞാനുണ്ട്. 1 രൂപ പോലും എടുക്കാനില്ലാത്ത സമയത്താണ് ഈ ബിസിനസ്സിലേക്ക് ഒരു 5000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം നമ്മളെ ഫോളോ ചെയ്ത്. ആ സമയത്ത് ഉമ്മാന്റെ വള ഓൾറെഡി പണയത്തിലാണ്. അതെടുത്ത് വിറ്റിട്ടാണ് 100 ടൂത്ത് പേസ്റ്റ്, പല്ല് തേക്കുന്ന പേസ്റ്റില് 100 ടൂത്ത് പേസ്റ്റ് എടുത്തിട്ടാണ് ഞാൻ ബിസിനസ്സിലേക്ക് വന്നത്. ആ സമയത്ത് ഞാൻ ഉമ്മാക്ക് കൊടുത്തൊരു വാക്കുണ്ട്, അടുത്ത 2 വർഷത്തിനുള്ളിൽ നിങ്ങൾ ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ എന്റെ വളർച്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിന്റെ തെളിവാണ് ഈ ചങ്ങായി. തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കാം, ഇത് വലിയ അച്ചീവ്മെന്റ് ഒന്നല്ല. ഏകദേശം 10 ലക്ഷം രൂപ വില വരുന്ന ഒരു വാഹനത്തിനാണ് ഇന്ന് ഞാൻ തനിയെ എന്റെ സ്വന്തം കാലിലാണ് വന്നിട്ടുള്ളത്. മനസ്സിലാക്കിയത് വലിയ അച്ചീവ്മെന്റ് ഒന്നല്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ സ്വപ്ന വാഹനത്തിലേക്കുള്ള ഒരു കീ മാത്രമാണ്. തീർച്ചയായിട്ടും മനസ്സിലാക്കുക, ഇൻഡസ്ട്രി നിങ്ങളുടെ വീട്ടിലൊക്കെ മക്കളുണ്ടാവും, നിങ്ങളുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും നിങ്ങളുടെ കസിൻസ് ഉണ്ടാവും, ബ്രദേഴ്സ് ഉണ്ടാവും. അവർക്കൊക്കെ ഈ ഇൻഡസ്ട്രി നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുക. നിങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഞാനുണ്ടെങ്കിലും നമ്മളില്ലെങ്കിലും, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ ഇൻഡസ്ട്രി വളരും. നമ്മളുണ്ടെങ്കിൽ നമ്മളിലൂടെ വളരും. ഓക്കെ, താങ്ക് യു.